മാന്യ സദസ്സിന് വന്ദനം. ഈ റീസെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണിത്. അതെ, ചെങ്കോൽ മൂവി അനാലിസിസ്. അറിയാലോ, ലാലേട്ടന്റെ കിരീടം സിനിമയുടെ 2ാം ഭാഗമാണിത്. കിരീടം സിനിമയെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ചെങ്കോൽ സിനിമയുടെ അനാലിസിസിലേക്ക്. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വന്ന് നിസ്സഹായ അവസ്ഥയാൽ ഒരു കൊലപാതകം ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ആ ഒരു കൊലപാതകം ആ ഒരു കുടുംബത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ സേതുമാധവൻ ജയിലിലായിട്ട് ഏകദേശം 7-8 വർഷത്തോളം കഴിഞ്ഞു. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വർഷത്തിൽ ഒരിക്കലെങ്കിലും പരോള് കിട്ടേണ്ടതാണ്. പക്ഷെ ഇത് കിട്ടിയിട്ട് കൂടി സേതുമാധവൻ ഒരിക്കൽ പോലും തന്റെ കുടുംബത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ നമ്മള് സേതുമാധവന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ആ ഒരു അച്ഛന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കാൻ കഴിയും? തന്റെ നിസ്സഹായതയുടെ പുറത്ത് ചെയ്തൊരു തെറ്റാണെങ്കിൽ കൂടി തന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും ആ ഒരു സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞൊരു മകൻ എന്ന രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ തന്റെ കുടുംബക്കാരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്നുള്ള ആ ഒരു പേടി അതായിരിക്കാം ഇത്രയും നാൾ പരോള് കിട്ടിയിട്ട് കൂടി തന്റെ വീട്ടിലേക്ക് പോകാൻ സേതുമാധവൻ തയ്യാറാവാതിരുന്നത്. ഇപ്പം ജയിലിലായാലും സേതുമാധവനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇപ്പം 14 വർഷത്തെ ശിക്ഷ എന്ന് പറയുന്നത് സേതുമാധവനെ പോലെ ഒരാൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസുകാരുടെ സഹായത്താൽ ആ ഒരു ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുന്നുണ്ട്. സേതുമാധവനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല, എന്നാലും സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതണം. രക്ഷപ്പെട്ടു പോട്ടടോ. ഹാബിച്വൽ ക്രിമിനൽസിന് പോലും ശിക്ഷ ഇളവ് കിട്ടിയിരിക്കുന്നു. ഇയാൾക്ക് പറയാനും ശ്രമിക്കാനും ആളില്ല. അതുകൊണ്ട് 7 കൊല്ലം കഴിഞ്ഞിട്ടും ഇളവില്ല. അവന്റെ ഹിസ്റ്ററിയും ബിഹേവിയറും നമുക്കറിയാം. അവനെ പോലൊരു പാവത്തിനെ 14 കൊല്ലം ജയിലിലിടുക എന്ന് വെച്ചാൽ കഷ്ടാണ്. ഇപ്പം നാട്ടിലേക്ക് വരുവാണെങ്കിൽ കീരിക്കാടൻ ജോസ് പോയതോടുകൂടി മൊത്തത്തിലൊരു സമാധാനം പറഞ്ഞിട്ടുണ്ട്. ഈ കീരിക്കാടന്റെ അനിയന്മാർക്കും സമാധാന ജീവിതമാണെങ്കിലും സേതുമാധവന്റെ റിലീസിംഗ് ഉടനെ ഉണ്ടാവും അറിഞ്ഞപ്പം ആ ഒരു പ്രതികാര മനോഭാവം അവരുടെ മനസ്സിലും ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട്. എന്റെ അനിയനെ അവൻ കൊന്നു. ഞങ്ങൾ കുശിനും ചോണയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, ക്ഷമിച്ചതാ. അതുകൊണ്ട് കീരിക്കാടന്മാര് വാലം ചുട്ടിരിക്കാന്ന് വിചാരിച്ച് മെക്കിട്ട് കയറിയ കഷ്ണമാക്കും. പക്ഷേ കീരിക്കാടൻ ജോസിന്റെ അച്ഛൻ ചങ്ങായി കിടപ്പിലായത് എന്തായാലും നന്നായി. കട്ടിലിൽ നിന്ന് ഒന്നിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊന്നവന്റെ കൊടലെടുത്ത് ഞാൻ മാലയിട്ടേനെ. പക്ഷേ ജയിലിലാണെങ്കിലും പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ സേതുമാധവൻ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നല്ലോ അത്. ഒടുവിൽ ജയിൽ മോചിതനായിട്ട് നാട്ടിലേക്ക് എത്തിയപ്പോഴും മുന്നേ തന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത തന്റെ പഴയ കൂട്ടുകാരനെയായിരുന്നു സേതുമാധവൻ ആദ്യം പോയി കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണെങ്കിലും രണ്ടുപേർക്കും പറയാനുണ്ടായത് വിഷമങ്ങൾ മാത്രമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം തന്റെ പഴയ നാട് കാണുമ്പം ഈ നാട് ഒരുപാട് മാറി എന്നൊക്കെ പറയുന്നതിന് പകരം സേതുമാധവൻ അവിടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം. പക്ഷെ അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് പോലും ഷോക്കിംഗ് ആവുന്ന ഒരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ സേതുമാധവന്റെ പ്രണയിനി, അതായത് സേതുമാധവന്റെ ആ ഒരു പ്രശ്നത്തിന് ശേഷം അവളുടെ വീട്ടുകാര് മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ദേവിയുടെ മുൻകാമുകൻ സേതുമാധവനാണെന്ന് അറിഞ്ഞപ്പം അവളുടെ ഭർത്താവും ആൾക്കാരൊക്കെ കൂടി അവളെ കൊന്നതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സത്യാവസ്ഥ ആദ്യ ഭാഗം കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും. അവൾ സേതുമാധവനെ തന്റെ ജീവനോളം സ്നേഹിച്ചിരുന്നു. തന്റെ സമ്മതം പോലും ചോദിക്കാതെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചയച്ചപ്പം ആ ഒരു മനസ്സ് അത്രയധികം വേദനിച്ചിരിക്കാം. ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാത്തതുകൊണ്ട് തന്നെ ആത്മഹത്യ മാത്രം ഒരു പരിഹാരമായിട്ട് അവൾക്ക് തോന്നിയിരിക്കാം. കിരീടം സിനിമ കണ്ടവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അല്ലേ? ഇവിടെ തന്നെ സേതുമാധവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തെറ്റ് സംഭവിച്ചത് സേതുമാധവനായിരുന്നു. എല്ലാരെയും നിഷേധിച്ച് വരാൻ അവൾ തയ്യാറായതാണ്. സ്വീകരിച്ചില്ല. അന്നതാണ് നല്ലതെന്ന് തോന്നി ഒഴിഞ്ഞു മാറി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെങ്കിലും ചെയ്തേനെ. ഇത്രയും നാളായിട്ട് തന്റെ സഹോദരിയുടെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പം സേതുമാധവന് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. തന്റെ കുടുംബവും ഇപ്പോൾ അത്ര നല്ല അവസ്ഥയിലല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം എല്ലാം തന്റെ തെറ്റ് മാത്രമാണ് എന്ന് ചിന്തിക്കുവാണ് സേതുമാധവൻ ഇവിടെ. കാരണം ഇവിടെ പറയുന്നത് കീരിക്കാടൻ ജോസിനെ കൊല്ലരുതായിരുന്നു. അയാൾക്കുല്ലേ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ. ആ ഒരു കൊലപാതകം കാരണം പട്ടിണിയിലായത് 2 പേരുടെയും കുടുംബങ്ങളാണ്. ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായാലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും, എന്റെ കുടുംബം തകർത്തു, എന്റെ കുട്ടികളെ അനാഥരാക്കി. ശരിയല്ലേ? എന്തൊക്കെ തകർത്തട, ആരെയൊക്കെ തകർത്തു, ഇത്ര കുടുംബം. അടുത്തയായിട്ട് സേതുമാധവൻ തന്റെ കുടുംബത്തെ കാണാനാണ് പോകുന്നത്. വർഷങ്ങൾക്കപ്പുറം തന്റെ മകനെ കാണുന്ന ആ ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും വലുതായിരുന്നു. സേതുമാധവൻ ജയിലായതിനു ശേഷം അതിദാരിദ്ര്യത്തിലാണ് ആ ഒരു കുടുംബം ഇപ്പോൾ ജീവിക്കുന്നത്. തനിക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി തന്റെ മകളെ ഒരു നാടകത്തിൽ അഭിനയിപ്പിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അച്യുതൻ നായർ ശ്രമിക്കുന്നത്. തന്റെ പെൻഷൻ കാശ് ഒന്നിനും ആവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നാടകത്തിന്റെ റിഹേഴ്സൽ ടൈമിലെ തന്റെ മകളുമായുള്ള ഒരു ബലാത്സംഗ രംഗം അഭിനയമാണെങ്കിൽ കൂടി കണ്ടിരിക്കാൻ ആ ഒരു അച്ഛന് സാധിക്കുന്നില്ല. തന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പുറത്ത് അതിനെ എതിർത്ത് പറയാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും.
സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു നീണ്ട ജയിൽവാസത്തിന് ശേഷം ആ മകൻ തന്റെ അച്ഛന്റെ മുന്നിലേക്ക് വരുവാണ്. തന്റെ മകനോട് നന്നായിട്ട് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് മാനസികമായും ശാരീരികമായും മൊത്തത്തിൽ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു അച്ഛനുള്ളത്. ഈ ഒരു അവസ്ഥയിൽ തന്റെ സഹോദരിയെ കാണാനിടയായതും ആ ഒരു അനിയത്തി സങ്കടത്തോടെ ഓടിച്ചെന്ന് ആ ഒരു ഏട്ടനെ കെട്ടിപ്പിടിക്കുവാണ് ഉണ്ടായത്. ഈ ഒരു ഇമോഷൻസ് ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. തന്റെ നിസ്സഹായ അവസ്ഥയാൽ ചെയ്ത ആ ഒരു തെറ്റിന്റെ പുറത്ത് തന്റെ കുടുംബം മുഴുവൻ ഇപ്പോൾ അനുഭവിക്കുകയാണ്. തന്റെ അമ്മയാണെങ്കിൽ ശാരീരികമായും ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ്. തന്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് രമണനാണെങ്കിൽ ഉപേക്ഷിച്ച് പോയി. അനിയത്തിയുടെ വിവാഹം പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ. പിന്നെ ഏറ്റവും ഇളയ സഹോദരന്റെ പഠിപ്പ്. എല്ലാവരെയും പോറ്റാൻ പെടാപാടുപെടുന്ന നിസ്സഹായനായ ഒരു അച്ഛൻ. ഒടുവിൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ കണ്ടിരിക്കേണ്ടി വരുന്ന ആ ഒരു മകന്റെ അവസ്ഥ. വളരെ വലിയ പ്രതീക്ഷകളോടെ ജീവിച്ച ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെറും ദയനീയമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിനെല്ലാത്തിനും കാരണം സേതുമാധവനാണെന്ന് മുഖത്തടിച്ച പോലെ പറയുകയാണ് ആ ഒരു അച്ഛൻ. ഇനി ഇളയ മകൻ രമേശൻ മാത്രമാണ് ഒരു പ്രതീക്ഷ. ഇവിടെ കൊണ്ട് എത്തിച്ച അവനോ തന്നെയാ. ഇതിപ്പോ മാനക്കേട്, നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വരുന്നല്ലോ ഒന്നും. അതിനിടെ ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ആരാണ് തെറ്റുകാരൻ, സേതുമാധവനോ അതോ അച്യുതൻ നായരോ? സേതുമാധവന്റെ ഭാഗം ഓൾറെഡി ക്ലിയർ ആണ്. ഇനി അച്യുതൻ നായരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ താൻ എല്ലാ പ്രതീക്ഷകളും വെച്ചിരുന്ന ഒരു മകൻ, തന്റെ കുടുംബത്തിന്റെ സ്വപ്നമായ സേതുമാധവൻ ഇങ്ങനൊരു അവസ്ഥയിൽ ജയിലിൽ പോകേണ്ടി വന്നപ്പം മകന്റെ കേസുമായിട്ട് ഓൾറെഡി ഒരുപാട് പണം ചെലവാക്കി. തന്റെ തുച്ഛമായ ശമ്പളത്തിൽ 8 വർഷത്തോളം കാലം ആ ഒരു കുടുംബം പോറ്റേണ്ടി വന്ന കഷ്ടപ്പാട്, മാനസികമായി തളർന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമമാണ് സേതുമാധവനോട് പ്രകടിപ്പിച്ചത്. പക്ഷെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സേതുമാധവൻ തന്റെ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? ഒരു ദിവസം മദ്യപിച്ച് ലക്കി കെട്ടി വീട്ടിലേക്ക് വരുന്ന അച്ഛൻ ആ ഒരു അവസ്ഥയിൽ തന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മനസ്സ് വിഷമിപ്പിക്കരുതേ, എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല, അതൊന്നും ആർക്കും അറിയില്ല. ആ ഒരു സിനിമ കാണുമ്പോൾ ഇത് കേട്ട് കരയാത്തവര് ചുരുക്കം മാത്രമായിരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം താളം തെറ്റിയിട്ടാണുള്ളതെന്ന് ഈ ഒരു സംഭാഷണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന സേതുമാധവനോട് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു SI ഉന്നയിച്ചത്. അതിന് നല്ല ഇമോഷണൽ ആയിട്ടുള്ള പ്രോപ്പർ മറുപടി സേതുമാധവൻ പറയുന്നുണ്ട്. കഴിയും, സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാം. തന്റെ ആ ഒരു വിഷമങ്ങളൊക്കെ അമ്മയോട് പറയുമ്പോൾ തന്റെ മരണം വരെ മകൻ തന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് ആ ഒരു അമ്മയ്ക്കുള്ളത്. ഇനി എന്റെ കാലം കഴിയാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. 5-8 കൊല്ലം ഈ അമ്മ കുടിച്ച കണ്ണീർ എത്രയാണെന്ന് അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സേതുമാധവൻ ജയിലിൽ നിന്ന് വന്ന ഒരാളാണ്. ആ നാടിനെ വിറപ്പിച്ച കീരിക്കാടൻ ജോസിനെ കൊന്ന ആളാണ് സേതുമാധവൻ. ആ സമയത്ത് സേതുമാധവന്റെ പേര് കേട്ടാൽ ആളുകൾ പേടിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും സേതുമാധവനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സ്വന്തം മനിയനെ കാണാൻ വേണ്ടി പോയപ്പോഴും അവിടെയും മനിയന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു വിധത്തിൽ അപമാനമായിരുന്നു. രമേശിന്റെ ഏട്ടനാ? ഒരേട്ടൻ കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന്. നിന്റെ നല്ല ചായ ഉണ്ട്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ വകയൊരേട്ടൻ, അത്രേ ഉള്ളൂ. തന്റെ കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് അവൻ അത്ര കണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ സേതുമാധവന് അത് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ആ മനുഷ്യൻ ഒന്നുകൂടി തകർന്നു പോവാണെന്ന് വേണം പറയാൻ. ആ ഒരു ബലാത്സംഗ രംഗം ഉൾപ്പെടെയുള്ള നാടകത്തിന് പോവാനുള്ള സഹോദരിയുടെ താല്പര്യം സേതുമാധവനെ പോലെ തന്നെ നമ്മൾ പ്രേക്ഷകരിലും ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. എവിടുന്ന് കിട്ടിയ അമ്മേ ധൈര്യം? പിന്നീട് കവലയിൽ വെച്ച് തന്റെ പഴയ ശത്രുവായ പരമേശ്വരനുമായിട്ട് സംസാരിച്ചപ്പം സേതുമാധവനോട് അയാൾക്ക് ആ ഒരു പഴയ ശത്രുതയില്ലെന്ന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് പഴയ ആ ഒരു ശത്രു ഒരു മിത്രമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? എന്താ ചിരിച്ചളഞ്ഞ്? എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാ. ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം. പക്ഷേ കീരിക്കാടന്റെ ഇളയ സഹോദരന്മാരിൽ ഒരാള് ആ സമയത്ത് ഒരു അക്രമം അഴിച്ചുവിടുകയും നിവർത്തികേടുകൊണ്ട് സേതുമാധവന് പ്രതികരിക്കേണ്ടി വരികയും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രതിരോധമായാലും സേതുമാധവൻ തെറ്റുകാരനായിട്ട് മാറുകയേ ചെയ്യുള്ളൂ. കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി, ഓടി മാറി, വിട്ടില്ല. പിന്നെ വന്ന ഞാൻ എന്ത് ചെയ്യണം? കൈയ്യെട്ടി കൊടുക്കണം. പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് വയ്യ, എനിക്കിത് ജീവിച്ചാ പറ്റൂ. ഒടുവിൽ അച്യുതൻ നായർ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പട്ടിണിയും പരിവട്ടോ ആണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് തകർന്നു. ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അങ്ങനെ സേതുമാധവൻ തന്റെ എല്ലാമായ ഒരു കുടുംബത്തെ വിട്ട് പിരിയാണ്. ഈ ഒരു കാര്യം അച്യുതൻ നായർ വഴി ആ ഒരു അമ്മ അറിയുമ്പം അവരെ പോലെ തന്നെ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സും വേദനിക്കും. സേതുമാധവൻ ആകെ ഉണ്ടായിരുന്ന ആ ഒരു കുടുംബം പോലും നഷ്ടപ്പെട്ട സമയത്ത് വന്ന ആ ഒരു പാട്ട് കരഞ്ഞു പോകൂടെ സീരിയസ്ലി. അങ്ങനെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് തന്റെ കുടുംബമായിട്ട് ഒരകലം പ്രാപിച്ച് ജീവിക്കുവാണ് സേതുമാധവൻ. പക്ഷെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ തന്റെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടു കൊടുക്കാറ്. പക്ഷെ ഒരു രാത്രി കീരിക്കാടന്റെ അനിയന്മാര് പുറത്തു നിറക്കിയ ചില ഗുണ്ടകള് സേതുമാധവൻ ആക്രമിക്കും. മരണപ്പെട്ടെന്ന് വിചാരിച്ചെങ്കിലും ഒരു കുടുംബം സേതുമാധവനെ രക്ഷിക്കും. പക്ഷേ നമ്മൾ പ്രേക്ഷകർക്കടക്കം ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കീരിക്കാടൻ ജോസിന്റെ ഭാര്യയും മക്കളും ആയിരുന്നു. പ്രധാനമായിട്ടും അവളുടെ മൂത്ത മകള് സേതുമാധവനെ ഒരു വലിയ തെറ്റുകാരനായിട്ട് അവൾ കാണുന്നില്ല. കാരണം ഒരു മരണം 2 കുടുംബങ്ങൾക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ള
എന്നുള്ള ചിന്ത അവർക്ക് നല്ലോണം ഉണ്ടായിരുന്നു. സേതുമാധവനെ അവിടെ കുറച്ചുനാൾ ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ കീരിക്കാടന്റെ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ കൊന്നയാൾ ഇതുപോലെ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയെങ്കിലും അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം. എന്റെ ജോസേട്ടനെ കൊന്നോ ഈ വീട്ടിൽ കഴിയാ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് സേതുമാധവൻ ഒരു ലോഡ്ജിലേക്ക് താമസം മാറ്റേണ്ടി വരുന്നുണ്ട്. ഇവിടെ കീരിക്കാടൻ ജോസിന്റെ ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് പോരാടുന്നുണ്ടെങ്കിൽ അത് നേർക്ക് നേർ നിന്ന് മാത്രം. ഇപ്പൊ തനിയന്മാരെ പോലെ പിന്നിന്ന് വന്ന് ആക്രമിക്കൂല. അതേപോലെ തന്റെ കുടുംബത്തോട് വളരെയധികം സ്നേഹമുള്ള, അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ് കീരിക്കാടൻ ജോസ്. പക്ഷേ മറുഭാഗത്താണെങ്കിൽ സേതുമാധവന് പുതിയൊരു ശത്രു കൂടി ഉടലെടുക്കുവാണ്. കീരിക്കാടൻ ജോസിന്റെ ഇളയ മകൻ. തന്റെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന സേതുമാധവനാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികാര മനോഭാവം അവന്റെ മനസ്സിലും ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സേതുമാധവന്റെ ആ ഒരു അവസ്ഥ വളരെ ദയനീയമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം സേതുമാധവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിപ്പോ എതിർത്ത് നിന്നിട്ടാണെങ്കിൽ അങ്ങനെ. ജയിലിൽ നിന്ന് വന്നപ്പോ കൂടി എല്ലാം ശരിയാവും എന്നുള്ള ചെറിയ പ്രതീക്ഷയെങ്കിലും സേതുമാധവൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രതീക്ഷ എന്ന് പറയാൻ പോലും എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ്. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, ഇങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. പക്ഷേ ഇനി സേതുമാധവൻ രണ്ടും കൽപ്പിച്ചാണ്. ഇത്രയും കാലം എല്ലാത്തൊന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പം പ്രശ്നങ്ങൾ ഇങ്ങോട്ട് തേടി വരിക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഒരു വില്ലനായിട്ട് തന്നെ ജീവിക്കാമെന്ന് സേതുമാധവൻ തീരുമാനിക്കുവാണ്. ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം. പിന്നെ ചവിട്ടാണ് തലയിൽ. ഇങ്ങോട്ട് താഴും. പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ. ഒരു പ്രാവശ്യമെങ്കിലും. ഹൈദ്രോസിന്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ സഹായത്തോടെ നാട്ടിലൊരു പവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പവറിൽ കീരിക്കാടന്റെ അനിയന്മാരെയൊക്കെ തല്ലി പണ്ടാറടക്കുന്നുണ്ട്. ഇപ്പം സേതുമാധവൻ അവിടുത്തെ പ്രമുഖരുമായിട്ട് കൈകോർത്തോടെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ കൂടി അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വഴി പെട്ടെന്ന് പുറത്തേക്ക് വരും. അതായത് ഇത്രയും നാള് ബാക്കിയുള്ളവരെ പേടിച്ച് ജീവിച്ച സേതുമാധവൻ പുതിയൊരു കീരിക്കാടൻ ജോസായിട്ട് മാറുകയാണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. ഇനി ഒരുത്തരന്റെ ദേഹത്തോട്ടാ ഞാൻ അവനെ കൊന്നിട്ടേ പോവും. ഇത് പഴയ സേതുമാധവനല്ല, കൊന്നും കൊടുത്തും പേര് ചേർന്നവനാ. ഈ ഒരു അവസ്ഥയിൽ സേതുമാധവൻ ആദ്യമായിട്ട് മദ്യപാനവും തുടങ്ങി. ഇതൊക്കെ അറിഞ്ഞ ശേഷം അച്യുതൻ നായർ ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. കരയണം എന്തിനാടി? നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല, ഒരു വിഷമമില്ല. പക്ഷേ സേതുമാധവന്റെ ഉള്ളില് ആ ഒരു നന്മ ഇപ്പോഴും ബാക്കിയുണ്ട്. താൻ ഈ വില്ലൻ കഥാപാത്രമായിട്ട് മാറുന്ന തന്നെ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മാത്രമാണ്. തന്റെ അനിയന്റെ പഠിപ്പ്, തന്റെ അനിയത്തിയുടെ വിവാഹം, ഇതൊക്കെ നടത്തേണ്ട ആ ഒരു ഉത്തരവാദിത്തം ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് സേതുമാധവൻ ഉണ്ട്. ഇപ്പം കീരിക്കാടൻ ജോസിന്റെ ആ ഒരു ചെങ്കോലും കിരീടവും സേതുമാധവന് കിട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ സമയത്ത് കൂട്ടത്തിലെ പലരുടെയും സംസാരം കേട്ട് ഈ കൊലപാതകം എന്നതൊക്കെ പലർക്കും ഒരു വിനോദം മാത്രമാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയാണ്. കൊല്ലുന്നത് വെറും ഒരു തമാശ. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം, അല്ലെ കഠാര കയറ്റണം. കൊന്നാലേ നമുക്ക് പേരുള്ളൂ, അതിന് പണം വേറെ. കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം, പ്രശസ്തി. പക്ഷേ ചെങ്കോൽ എന്ന സിനിമയിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ജീവിക്കാൻ വേണ്ടി അച്യുതൻ നായർ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം മകളെ മറ്റൊരാൾക്കായിട്ട് കാഴ്ചവെക്കുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ എവിടെ പോയി അച്യുതൻ നായരുടെ ആ ഒരു ആദർശവും സത്യസന്ധതയൊക്കെ? സ്വന്തം മകളെ മറ്റൊരാൾക്ക് മുന്നിൽ കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റൂല. ഈ ഒരു സംഭവത്തിന് ശേഷം സേതുമാധവനായാലും അച്യുതൻ നായരായാലും ആ ഒരു അനിയത്തി അടക്കം മാനസികമായി തകർന്നു പോയി എന്ന് വേണം പറയാൻ. നിങ്ങളാണ് അച്ഛൻ, നിങ്ങളാണ് ഞങ്ങളുടെ അച്ഛൻ, നിങ്ങളാണ് ഞാൻ അച്ഛാന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്. അച്യുതൻ നായർ ഇവിടെ തെറ്റുകാരനായിട്ട് തോന്നുമെങ്കിലും ആ ഒരു അനിയത്തി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചീത്തയായിട്ടറിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയാളാണ് നമ്മുടെ അച്ഛൻ. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത്. അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഉരുകുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ക്രൂരത കാണിച്ചത്. നിർബന്ധിച്ചു കൊണ്ടുപോകും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അച്യുതൻ നായരുടെ മനസ്സൊരിക്കലും ചീത്തയായിട്ടില്ല. തന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് പണത്തിന് വേണ്ടി മകളുടെ നിർബന്ധപ്രകാരം ഗതികേട് കൊണ്ട് പോവേണ്ടി വരുവാണ്. ഇതുകൂടി കേട്ടപ്പോ തന്റെ അച്ഛനോട് ഇതൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു വിഷമമാണ് സേതുമാധവന്. അപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അറിയുന്നത്. തന്റെ മകന്റെ മുന്നിൽ അത്തരത്തിൽ കാണേണ്ടി വന്നതിനാലായിരിക്കാം അച്യുതൻ നായർ സ്വയം ജീവനൊടുക്കി. സ്റ്റിൽ ഈ ഒരു സീൻ കണ്ട് കരയാത്തവര് ചുരുക്കം മാത്രമായിരിക്കും. കിരീടവും ചെങ്കോലും സത്യത്തിൽ ഈ അച്ഛന്റെയും മകന്റെയും കഥയാണിത്. എന്റെയും എക്കാലത്തെയും പ്രിയപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. അച്യുതൻ നായരുടെ മരണം ഏതൊരു പ്രേക്ഷക
പ്രേക്ഷകന്റെയും ഹൃദയം തകർക്കുന്ന ഒന്നായിരിക്കാം. തന്റെ കുടുംബത്തിനും മകന്റെ സ്വപ്നത്തിനും വേണ്ടി ജീവിച്ച ഒരച്ഛൻ ഒടുവിൽ ആ ലക്ഷ്യം വെറും ഒരു പാഴ്വാക്ക് മാത്രമായി മാറുമ്പോൾ, കുടുംബത്തിന് വേണ്ടി തന്റെ ആദർശം പോലും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ആ ഒരു അച്ഛൻ അവിടെ സ്വയം ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. അച്യുതൻ നായർ സ്വന്തം മകന് വേണ്ടി എഴുതിയ ആ ഒരു കത്ത് അവിടെ വായിക്കുന്നുണ്ട്. അവസാനം അവരുടെ പഴയ നാട്ടിലേക്ക് തിരിച്ചുപോയി ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. ഏതായാലും തന്റെ മോശം സമയത്ത് തന്നെ ശുശ്രൂഷിച്ച കീരിക്കാടൻ ജോസിന്റെ കുടുംബത്തെ കണ്ട് യാത്ര പറയുമ്പോഴാണ് ഒരു പ്രണയം കൂടി അവിടെ പൂവണിയുന്നത്. ദൂരെയല്ല, അരികിൽ കൈയെന്നുയർത്തിയാൽ തൊടാവുന്ന പോലെ അത്ര അരികിൽ. തിരിച്ച് തന്റെ പഴയ നാട്ടിലേക്ക് എത്തിയ സേതുമാധവൻ അവിടെ കൃഷിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം തന്റെ പുതിയ ഒരു പ്രണയവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയെല്ലാം നന്നായിട്ട് അവസാനിക്കുമെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ഹോപ്പ് ഉണ്ടായി തുടങ്ങി. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഒരു അവസാനം വന്നു. നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന കീരിക്കാടൻ ജോസിന്റെ മറ്റൊരു സഹോദരൻ ആന്റണി സേതുമാധവനോടുള്ള പ്രതികാരത്തിനായിട്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ പ്രണയ വിവാഹത്തിന് എതിർപ്പുകൾ വരുമ്പോൾ തന്നെ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സേതുമാധവനെ അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ കീരിക്കാടന്റെ അനിയന്മാരുടെ ഭാഗത്തുനിന്ന് ആ കുടുംബത്തിന് എപ്പോഴും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രണയം എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു രക്ഷപ്പെടലാണ്. പക്ഷെ ആ ഒരു അവസാന പോരാട്ടത്തിനൊടുവിൽ കീരിക്കാടന്റെ ജയിലിൽ നിന്ന് വന്ന സഹോദരനൊക്കെ വകവരുത്തിയെങ്കിലും മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന സേതുമാധവനെ കീരിക്കാടന്റെ ഇളയ മകൻ കൊല്ലുകയാണ് ഉണ്ടാവുന്നത്. അതായത് സ്വന്തം കുടുംബത്തോട് അത്രയേറെ സ്നേഹത്തോടെ നിന്നൊരാളായിരുന്നു കീരിക്കാടൻ ജോസ്. സ്വന്തം അച്ഛനെ കൊന്നതിന് മകന്റെ പ്രതികാരം എന്ന നിലയ്ക്ക് സേതുമാധവനെ കൊലപ്പെടുത്തുകയാണ്. അവിടെയും സേതുമാധവൻ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്: രക്ഷപ്പെട്ടോ, എന്റെ വിധി നിനക്കുണ്ടാവരുത്. അതായത് സേതുമാധവന്റെ വിധി. വലിയ സ്വപ്നങ്ങളുമായി വന്ന് നിസ്സഹായ അവസ്ഥയാൽ ഒരു കൊലപാതകം ചെയ്യേണ്ടി വരുന്നു. സമാധാനത്തോടെ മാറി ജീവിക്കാൻ ശ്രമിച്ചാലും വീണ്ടും തേടി വരുന്ന ചില പ്രതികാരങ്ങൾ. ആ ഒരു സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങുമ്പോൾ അനാഥമാവുന്നത് 2 കുടുംബങ്ങളാണ്. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട രാജകുമാരന്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ 2 സിനിമകൾ ഇതിനെ കടത്തിവെട്ടാൻ മാത്രം മറ്റൊരു സിനിമ മലയാളത്തിൽ പിന്നീട് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകൾ. ഈ സിനിമകൾ കണ്ട് കരയാത്തവര് ചുരുക്കം മാത്രമായിരിക്കും. മെയിൻലി ലാലേട്ടനും തിലകൻ സാറും സിനിമയിൽ അഭിനയിക്കുവല്ല, പകരം ജീവിക്കുവാണെന്ന് വേണം പറയാൻ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടി എനിക്ക് എന്തുകൊണ്ട് ഇത്ര കരച്ചിൽ വരുന്നതെന്ന് അറിയില്ല. സ്റ്റിൽ എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ മാക്സിമം ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 200K സബ്സ്ക്രൈബേഴ്സ്, മൈ ഡ്രീം. ഇനി അടുത്തത് തനിയാവർത്തനത്തിന്റെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ കുറച്ച് ലേറ്റ് ആവും. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.